കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഇന്ന് രാത്രികാലം എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം ക്ലോസ് ചെയ്യുവാൻ കർത്താവ് കൃപ ചെയ്തു. ഇന്ന് ഈ രാത്രി മുതൽ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ചിന്തിക്കേണ്ടതായ ചില പ്രത്യേക വിഷയങ്ങളുണ്ട്. കാരണം വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിൽ സംഭവിക്കുന്ന സംഭവവികാസങ്ങൾ ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ ആകയാൽ ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ ഉള്ള പ്രവചനങ്ങളും അവയുടെ നിറവേറലുകളുമാണ് വെളിപ്പാട് പുസ്തകം 5 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിൽ സംഭവിക്കുന്നത്. ആകയാൽ വെളിപ്പാട് 5-ാം അധ്യായം ആരംഭിക്കുന്നതിന് മുമ്പേ നമ്മൾ ചിന്തിക്കേണ്ടതായ ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റ് ഉണ്ട്. ഇസ്രായേൽ ജനത്തിനോടുള്ള ബന്ധത്തിൽ ഇസ്രായേൽ പ്രവാസികളായി ബാബിലോണിലേക്ക് യാത്ര തിരിച്ചു. ബാബിലോൺ പ്രവാസം തീരുവാൻ കാലമാകുന്നതിന് അനുസരിച്ച് 70 വർഷത്തെ പ്രവാസ കാലഘട്ടമായിരുന്നു ബാബിലോണിൽ ഉണ്ടായിരുന്നത്. ബാബിലോണിലെ പ്രവാസം അവസാനിക്കുന്നതിന് 2 വർഷക്കാലം മുമ്പ് ബാബിലോണിൽ ജീവിച്ചിരുന്ന ഇസ്രായേലിന്റെ വലിയ പ്രവാചകന്മാരിൽ ഒരുവനായ ദാനിയേൽ തന്റെ ജനത്തിന്റെ പ്രവാസം തീരുവാൻ പോകുന്നു എന്നുള്ള വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവസന്നിധിയിൽ ഉപവസിപ്പാനും പ്രാർത്ഥിപ്പാനും തുടങ്ങി. നമ്മൾ ആ ഭാഗം വായിക്കുന്നത് ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിലാണ്. ഈ ഭാഗം നമ്മൾ കാണുന്നത് ദാനിയേൽ 9-ാം അധ്യായം അതിന്റെ 1 മുതൽ ചില വാക്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. കൽദേ രാജ്യത്തിന് രാജാവായിരുന്നവനും മേദ്യ സന്തതിയിൽ ഉള്ള അഹോശരസിന്റെ മകനുമായ ദാര്യാവേശിന്റെ 1-ാം ആണ്ടിൽ, അവന്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ തന്നെ ദാനിയേൽ എന്ന ഞാൻ യെരുശലേമിന്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരും എന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട് യെരമ്യാ പ്രവാചകനുണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകത്തിൽ നിന്ന് ഗ്രഹിച്ചു. ശ്രദ്ധിക്കുക, ദാനിയേൽ തന്റെ പ്രവാസം, ഇസ്രായേൽ ജനം പ്രവാസത്തിലേക്ക് പോകുമ്പോൾ പ്രവാചകനായ യെരമ്യാവ് അരുളി ചെയ്ത ചില പ്രവചനങ്ങളുണ്ട്. യെരമ്യാ പ്രവാചകനിൽ കൂടെ ദൈവം അരുളി ചെയ്തതായ ചില പ്രവചനങ്ങൾ. ഇസ്രായേൽ ജനം പ്രവാസത്തിലേക്ക് പോയി. ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ ഇസ്രായേൽ ജനത്തെ മുഴുവൻ പിടിച്ച് യെരുശലേം പട്ടണവും നശിപ്പിച്ച് ബാബിലോണിലേക്ക് അവരെ കൊണ്ടുപോകുന്നു. അങ്ങനെ കൊണ്ടുപോയി 586 BC അവരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ പ്രവാസത്തിലേക്ക് അവർ പ്രവാസത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോ ഇസ്രായേൽ ജനത്തോട് ദൈവം അരുളി ചെയ്ത ചില അരുളപ്പാടുകളുടെ നിറവേറൽ ദാനിയേൽ തന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുക. യെരമ്യാ പ്രവചനം 25-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രവചനമുണ്ട്. യെരമ്യാ പ്രവചന പുസ്തകം
25-ാം അധ്യായം അതിന്റെ 10-11 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രവചനം. ആ പ്രവചനം ഞാൻ വായിക്കും. യിരെമ്യാ 25:11-12. ഈ ദേശമൊക്കെയും ശൂന്യവും സ്തംഭനഹേതുവാകും. ഈ ജാതികൾ ബാബേൽ രാജാവിനെ 70 സംവത്സരം സേവിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. 70 സംവത്സരം തികയുമ്പോൾ ഞാൻ ബാബേൽ രാജാവിനെയും തന്റെ ജാതിയെയും കൽദയരുടെ ദേശത്തെയും അവരുടെ അകൃത്യം നിമിത്തം സന്ദർശിച്ച് അതിന് ശാശ്വത ശൂന്യമാക്കി തീർക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേൽ ജനം പ്രവാസത്തിലേക്ക് പോകുന്നതിന്റെ അല്പനാളുകൾക്ക് മുമ്പ് പ്രവാചകനായ യിരെമ്യാ മുഖാന്തരം ദൈവം അരുളി ചെയ്ത ചില അരുളപ്പാടുകളാണ് നമ്മളിവിടെ വായിച്ചത്. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ BC 586 നെബൂഖദ്നേസർ രാജാവ് യെരുശലേമിനെ പൂർണ്ണമായി നശിപ്പിക്കുകയും യെരുശലേമിൽ ഉണ്ടായിരുന്ന യെരുശലേം ദേവാലയം, ശലോമോൻ രാജാവിനാൽ പണിയപ്പെട്ട യെരുശലേം ദേവാലയവും ആ ആലയത്തിലുണ്ടായിരുന്ന സകലവിധ സാധന സാമഗ്രികളും ആലയം ചുട്ടുകരിച്ചു. ബാബിലോണിൽ നിന്ന് പടയാളികൾ വന്ന് യെരുശലേം പട്ടണം തീയിട്ടു. യെരുശലേം ദേവാലയം മുഴുവൻ ഇടിച്ച് മറിച്ച് അവർ ഉഴുതുമറിച്ചതിന് ശേഷമായി യെരുശലേമിൽ നിന്ന് പ്രവാസികളായി ബാബിലോണിലേക്ക് ജനത്തെ കൊണ്ടുപോയി. ഈ ജനത്തെ കൊണ്ടുപോകുന്നതിന് മുമ്പ് പ്രവാചകനായ യിരെമ്യാവ് മുഖാന്തരം അരുളി ചെയ്ത ചില പ്രവചന വാക്യങ്ങളാണ് നമ്മളിവിടെ വായിച്ചത്. 25-ാം അധ്യായം അതിന്റെ 11-12 വാക്യം വായിക്കുമ്പോൾ ഈ ദേശം ഒക്കെയും ശൂന്യവും സ്തംഭനഹേതുവാകും. ഈ ജാതികൾ ബാബേൽ രാജാവിനെ 70 സംവത്സരം സേവിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. 70 സംവത്സരം തികയുമ്പോൾ ഞാൻ ബാബിലോൺ രാജാവിനെയും ആ ജാതിയെയും കൽദയരുടെ ദേശത്തെയും അവരുടെ അകൃത്യം നിമിത്തം സന്ദർശിച്ച് അതിനെ ശൂന്യമാക്കി തീർക്കും എന്ന് ദൈവം, യഹോവയായ ദൈവം അരുളി ചെയ്തു. ഈ അരുളപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ ബാബിലോണിലേക്ക് പ്രവാസത്തിൽ പോയിട്ട് 68 വർഷം തികഞ്ഞ ആ വർഷക്കാലം പ്രവാചകനായ ദാനിയേൽ ബാബിലോണിൽ ദൈവസന്നിധിയിൽ ഉപവസിപ്പാനും പ്രാർത്ഥിപ്പാനും തുടങ്ങി. അത് ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിൽ വായിക്കുന്ന ഭാഗമാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇവിടെ യിരെമ്യാ പ്രവാചകൻ പറഞ്ഞ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകനായ ദാനിയേൽ ഒരു കാലസംഖ്യ യിരെമ്യാ പുസ്തകത്തിൽ നിന്നും കണ്ടുപിടിച്ചു. 2-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ദാനിയേൽ എന്ന ഞാൻ യെരൂശലേമിന്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരും എന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട് യിരെമ്യാവിനുണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകത്തിൽ നിന്ന് ഗ്രഹിച്ചു. അങ്ങനെ യിരെമ്യാ പ്രവാചകനുണ്ടായ അരുളപ്പാടിൻ പ്രകാരം ദാനിയേൽ പ്രവാസത്തിൽ ചെന്നിട്ട് 68 വർഷം പൂർത്തീകരിക്കുന്ന ആ ദിവസങ്ങളിൽ യഹോവയായ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് പ്രവാസത്തിലും പ്രാർത്ഥനയിലും ഇരുന്നു കൊണ്ട് തന്റെ ജനത്തിന്റെ പാപവും തന്റെ പാപവും പിതാക്കന്മാരുടെ അകൃത്യവും ദൈവസന്നിധിയിൽ ഏറ്റുപറയുകയും
പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അതാണ് 9-ാം അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം. ദാനിയേലിന്റെ പ്രവചനം 9-ാം അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം അതാ. തന്റെ ജനമായ ഇസ്രായേലിന്റെ പാപവും തന്റെ പിതാക്കന്മാരുടെ പാപവും ദാനിയേലിന്റെ പാപവും യഹോവയായ ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ ദാനിയേൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരിക്കുമ്പോൾ, വളരെ ശ്രദ്ധിക്കുക, അങ്ങനെ ദാനിയേൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ആയിരുന്നപ്പോൾ 1 മുതലുള്ള 23 വരെയുള്ള വാക്യങ്ങളിലും 20-ാം വാക്യം വരെയുള്ള വാക്യങ്ങളിൽ, ദാനിയേൽ 9-ന്റെ 2-ാം വാക്യത്തിലാണ് പ്രവാചകനായ യെരമ്യാ പറഞ്ഞ പ്രവാചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാലസംഖ്യ ദാനിയേല് കണ്ടുപിടിക്കുന്നു. 70 വർഷം കൊണ്ട് ബാബിലോൺ പ്രവാസകാലം തീരുമെന്നുള്ള ആ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകനായ ദാനിയേൽ യഹോവയുടെ സന്നിധിയിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഇരിക്കുന്നു. അതാണ് 9-ാം അധ്യായത്തിന്റെ 20 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിന്റെ. അങ്ങനെ 9-ാം അധ്യായത്തിന് 20 വരെയുള്ള വാക്യങ്ങളിൽ ദാനിയേൽ തന്റെ ജനമായ ഇസ്രായേലിന്റെ പാപവും തന്റെ പിതാക്കന്മാരുടെ പാപവും അകൃത്യവും യഹോവയുടെ സന്നിധിയിൽ ഏറ്റുപറയുകയും നിലവിളിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 20-ാം വാക്യം മുതൽ വായിക്കുന്നു. ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുകയും എന്റെ പാപവും എന്റെ ജനമായ ഇസ്രായേലിന്റെ പാപവും ഏറ്റുപറയുകയും എന്റെ ദൈവത്തിന്റെ വിശുദ്ധ പർവ്വതത്തിനു വേണ്ടി എന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ അപേക്ഷ കഴിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ശ്രദ്ധിക്കുക, പ്രവാചകനായ ദാനിയേൽ യെരമ്യാ പ്രവാചകൻ പറഞ്ഞ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ ജനത്തിന്റെ ശൂന്യാവസ്ഥ, ബാബിലോൺ പ്രവാസകാലം 70 ആഴ്ചവട്ടം കൊണ്ട് തീരുമെന്നുള്ള, 70 വർഷങ്ങൾ കൊണ്ട് തീരുമെന്നുള്ള പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുവാനും കരയുവാനും തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിക്കുകയും നിലവിളിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 20 മുതൽ താഴോട്ട് വായിക്കുന്നു. അപേക്ഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, എന്റെ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആദിയെങ്കിൽ ഞാൻ അത്യന്തം ക്ഷീണിച്ചിരിക്കുന്ന സമയം ദർശനത്തിൽ ഗബ്രിയേൽ എന്ന ദൂതൻ ദാനിയേലിന് വെളിപ്പെടുന്നു. ഇത് വളരെ ഇലാബറേറ്റഡായി ചിന്തിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. എങ്കിലും ഞാനിത് വളരെ ചുരുക്കി ചില ഇമ്പോർട്ടന്റ് പോയിന്റ്സ് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ദാനിയേൽ 21-ാം വാക്യത്തിൽ ഞാൻ എന്ന പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആദിയിൽ ഞാൻ അത്യന്തം ക്ഷീണിച്ചിരിക്കുന്ന സമയം ദർശനത്തിൽ കണ്ട ഈ ഗബ്രിയേൽ എന്ന പുരുഷൻ എന്റെ സന്ധ്യായാഗത്തിന്റെ നേരത്ത് എന്നോട് അടുത്തു വന്നു. എന്നുവെച്ച് ഗബ്രിയേൽ ദാനിയേലിനോട് ഒരു ദൂത് പറയുന്നു. ആ ദൂതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് ചിന്തിക്കാനുള്ളത്. ഗബ്രിയേൽ പറയുന്ന ദൂത് ശ്രദ്ധിച്ചുകൊള്ളുക. ദാനിയേലേ, നിനക്ക് ബുദ്ധി ഉപദേശിച്ചു തരേണ്ടതിന് ഞാനിപ്പോൾ വന്നിരിക്കുന്നു. വേഴ്സ് 23, നീ ഏറ്റവും പ്രിയനാകിയാൽ നിന്റെ യാതനയുടെ ആരംഭത്തെങ്കിൽ തന്നെ കൽപ്പന പുറപ്പെട്ടു. നിന്നോട് അറിയിപ്പാൻ ഞാൻ വന്നിരിക്കുന്നു. അതുകൊണ്ട് നീ കാര്യം ഗ്രഹിച്ച് ദർശനം ഗ്രഹിച്ചുകൊള്ളുക. ശ്രദ്ധിക്കുക, പ്രവാചകനായ ദാനിയേൽ ബാബിലോൺ പ്രവാസകാലം 70 വർഷം കൊണ്ട് തീരുമെന്നുള്ള യെരമ്യാ പ്രവചനം 25-ാം അധ്യായത്തിലെ വാക്യത്തിന്റെ അടിസ്ഥാനത്തിലും 2 രാജാക്കന്മാരുടെ അവസാന അധ്യായത്തിലെ ചില വാക്യങ്ങളുടെ അടിസ്ഥാനത്തിലും 2 ദിനവൃത്താന്ത പുസ്തകം അവസാനാധ്യായത്തിലെ ചില വാക്യങ്ങളുടെ അടിസ്ഥാനത്തിലും പ്രവാചകനായ ദാനിയേൽ യഹോവയായ ദൈവത്തിന്റെ സന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ച് ഉപവസിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ ദൂതനായ ഗബ്രിയേൽ
ദാനിയേലിന്റെ അടുത്ത് വരുന്നു. ദാനിയേലിനോട് ഒരു വലിയ ദൂത് പ്രസ്താവിക്കുന്നു. ആ ദൂത് പ്രസ്താവിക്കുമ്പോൾ ദാനിയേലോട് പറയുന്നു, ദാനിയേലേ, നീ ഏറ്റവും പ്രിയപുരുഷനാകയാൽ നിന്റെ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ തന്നെ ഞാൻ ദൂതുമായി പുറപ്പെട്ടിരുന്നു. പക്ഷേ ഞാനിപ്പോ നിന്നെ വിവരങ്ങൾ അറിയിപ്പാൻ വന്നിരിക്കുന്നു. നീ അതുകൊണ്ട് കാര്യം ചിന്തിച്ച് ദർശനം ഗ്രഹിച്ചുകൊള്ളുക. എന്നിട്ട് 7 കാര്യങ്ങൾ ദാനിയേലിനോട് പ്രവാചകൻ ഗബ്രിയേൽ ദൂതൻ പറയുന്നു. ആ വിഷയങ്ങൾ നമുക്ക് ചിന്തിക്കണം. പ്രവചനങ്ങളുടെ താക്കോലായി നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു വാക്യമുണ്ട്. അത് പ്രവചനങ്ങളുടെ താക്കോൽ സംഖ്യാപുസ്തകം 14 അധ്യായത്തിന്റെ 34 വാക്യം. നമ്പേഴ്സ് ചാപ്റ്റർ 14 വേഴ്സ് 34. സംഖ്യാപുസ്തകം 14 അധ്യായം അതിന്റെ 34 വാക്യം ഞാനൊന്ന് വായിക്കുന്നു. സംഖ്യാപുസ്തകം 14:34. ദേശം ഒറ്റുനോക്കിയ 40 ദിവസത്തിന്റെ എണ്ണത്തിനൊത്തവണ്ണം ഒരു ദിവസത്തിന് 1 സംവത്സരം വീതം 40 സംവത്സരം നിങ്ങൾ നിങ്ങളുടെ അകൃത്യങ്ങൾ വഹിച്ച് എന്റെ അകൽച്ച അറിയും. ഒരു വാക്യം. ഇത് സംഖ്യാപുസ്തകത്തിലെ ഒരു വാക്യമാണ് ഇപ്പോൾ ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. പ്രവചനങ്ങളുടെ താക്കോലായിട്ട് പറയാൻ പറ്റുന്ന ഒരു വാക്യമാണ്. 40 ദിവസം ആണ് ദേശമൊറ്റു നോക്കുവാൻ ഇസ്രായേൽ മോശയാൽ അയക്കപ്പെട്ട 12 പേര് പോയത്. അതിൽ 10 പേരും പോയിട്ട് ദേശമൊറ്റു നോക്കി വന്ന് മടങ്ങി വന്നു. 2 പേര് മാത്രം ദൈവത്തിന് അനുകൂലമായി നിന്നു, ബാക്കിയുള്ളവരല്ലാതെയും. ദൈവം പറയുകയാണ്, നിങ്ങൾ 40 ദിവസം ദേശമൊറ്റു നോക്കുവാൻ പോയതുപോലെ ഒരു ദിവസത്തിന് 1 സംവത്സരത്തിന് കണക്കിൽ ഞാൻ നിങ്ങളുടെ അകൃത്യം നിങ്ങൾ വഹിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇതിന് ശൈവമായിട്ടൊരു വാക്യം കൂടെ 2 പത്രോസ് 3 അധ്യായത്തിന്റെ 10 വാക്യത്തിൽ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 പത്രോസ് 2 Peter ചാപ്റ്റർ 3 വേഴ്സസ് 10. 2 പത്രോസ് ലേഖനം 3 അധ്യായത്തിന്റെ 10 വാക്യം കൂടെ ഞാൻ നിങ്ങൾക്കായി വായിച്ചു കേൾപ്പിക്കാം. 2 പത്രോസ് ലേഖനം 3 അധ്യായം അതിന്റെ 10 വാക്യം. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞുപോകും. അതിന്റെ 9 വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു. പ്രവചനത്തിന്റെ താക്കോൽ, അഥവാ പ്രവചനങ്ങളെ അളക്കുവാനുള്ള അളവുകോൽ ആണ് ഞാൻ ഈ പറഞ്ഞത്. യഹോവയായ ദൈവം മോശയോട് പറഞ്ഞു, 40 ദിവസം ദേശമൊറ്റു നോക്കുവാൻ ഇസ്രായേൽ പോയതുപോലെ അവരുടെ അകൃത്യം ഒരു ദിവസത്തിന് 1 സംവത്സരത്തിന്റെ കണക്കിൽ അവർ 40 സംവത്സരം വഹിക്കണം. അതേപോലെ തന്നെ ഇവിടെ പത്രോസ് പറയുന്നു, കർത്താവിന്റെ ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. പ്രവചനത്തിന്റെ അളവ് പോലാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോ ഇസ്രായേൽ ജനത്തിന് യഹോവയായ ദൈവം അനുവദിച്ചിരുന്നതായ 70 വർഷത്തെ പ്രവാസകാലം തീരുന്നതിന് അല്പകാലങ്ങൾക്ക് മുമ്പ് പ്രവാചകനായ യെരമ്യാവിൽ കൂടെ ദൈവം അരുളി ചെയ്ത
അരുളപ്പാടുകളെ ദാനിയേൽ എടുത്തുകൊണ്ട് പ്രവചനത്തെ പഠിക്കുവാൻ ആരംഭിക്കുക. അപ്പോഴാണ് ദാനിയേലിനോട് ദൈവത്തിന് ദൂതനായ ഗബ്രിയേൽ പ്രത്യക്ഷപ്പെട്ട് ചില കാര്യങ്ങൾ പ്രസ്താവിക്കുന്നു. 70 ആഴ്ചവട്ടങ്ങളെ കുറിച്ച് ഉള്ള പ്രവചനം ഞാൻ അവിടേക്ക് വരികയാണ്. 70 ഒരാഴ്ചയിൽ 7 ദിവസങ്ങൾ ഉണ്ട്. 7 × 7 = 49. ദാറ്റ് മീൻസ് 70 × 7 = 419 years. 70 × 7 = 490 ദിവസം. 490 ദിവസക്കാലത്തെ ഒരു പ്രവചനം, അതാ 490 വർഷത്തെ ഒരു പ്രവചന കാലഘട്ടം ദൈവം ഇസ്രായേലിന് വേണ്ടി വേർതിരിച്ചിരിക്കുക. ആഴ്ചയിൽ 7 ദിവസമുണ്ട്. ഒരാഴ്ചയിൽ ആഴ്ചവട്ടങ്ങൾ, വീക്സ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആഴ്ചവട്ടങ്ങൾ എന്ന് പറയുമ്പോൾ ആഴ്ചവട്ടങ്ങൾ ഒരാഴ്ചയിൽ 7 ദിവസം വെച്ച് 70 ആഴ്ചവട്ടം ഉള്ളത് കൊണ്ട് 70 × 7 = 490 വർഷത്തെ ഒരു കാലഘട്ടം ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ദൈവം നിയമിച്ചിരിക്കുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ ഞാൻ ആ പ്രവചന ഭാഗം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. 9-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം ഞാൻ വായിക്കുന്നു. അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്ര ഇടുവാനും അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്ര ഇടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിനക്കും നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. പ്രവാചകനായ ദാനിയേലിനടുത്ത് ഗബ്രിയേൽ എന്ന മഹാദൂതൻ പ്രത്യക്ഷനായി ദാനിയേലിന്റെ ഉപവാസ പ്രാർത്ഥന തീരുന്നതിന്റെ അവസാന ദിനങ്ങളിൽ ദാനിയേലിനോട് പറയുന്ന ഒരു ദൂതാണ് ഇപ്പോൾ ഞാനിവിടെ വായിച്ചു കേൾപ്പിച്ചത്. 7 കാര്യങ്ങൾ ഈ പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ 70 ആഴ്ചവട്ടങ്ങൾ എന്നുള്ളത് ആർക്ക് വേണ്ടി നിയമിക്കപ്പെട്ടിരിക്കുന്നു? 1, നിനക്ക്, ദാനിയേലിന്. 2, നിന്റെ ജനത്തിന്, ദാനിയേലിന്റെ ജനമായ യഹൂദന്. 3, വിശുദ്ധ നഗരമായ യെരുശലേമിന്. അപ്പോ 70 ആഴ്ചവട്ടങ്ങൾ എന്നുള്ള കണക്ക്, ആ പ്രവചനം മുഴുവനായും ദാനിയേൽ യഹൂദനാണ്. ദാനിയേലിനോട് ദൈവം പറയുന്നു, നിനക്കും നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടങ്ങൾ നിയമിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ നിനക്ക്, ദാനിയേലാണ് പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദാനിയേലിന്റെ ജനം ഇസ്രായേൽ അഥവാ യഹൂദ ജനം. ദാനിയേലിന്റെ പട്ടണം അഥവാ വിശുദ്ധ നഗരമായ യെരുശലേം. അപ്പോ 70 ആഴ്ചവട്ടം ടോട്ടലി ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്നത്, നിയമിക്കപ്പെട്ടിരിക്കുന്നത് ഇസ്രായേൽ ജനത്തിനും യഹൂദ ജാതിക്കും യെരുശലേം എന്ന് പറയുന്ന വിശുദ്ധ നഗരത്തിനും വേണ്ടിയാണ്. ആദ്യമായി തന്നെ മനസ്സിലാക്കുവാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. 70 ആഴ്ചവട്ടങ്ങൾ യഹൂദ ജനത്തിനും ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിനും ഇസ്രായേലിന്റെ
വിശുദ്ധ നഗരമായ യെരുശലേം എന്ന് പറഞ്ഞ വിശുദ്ധ നഗരത്തിനുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. 70 ആഴ്ചവട്ടങ്ങൾ ആർക്കായി നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഞാനിപ്പോ പറഞ്ഞത്. ഇവിടെ ദാനിയേലിനോട് ഗബ്രിയേൽ എന്ന് പറഞ്ഞ ദൂതൻ പറയുന്നു, നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. നിനക്കും നിന്റെ ജനത്തിനും വിശുദ്ധ നഗരമായ യെരുശലേമിനും 70 ആഴ്ചവട്ടങ്ങൾ നിയമിച്ചിരിക്കുന്നു. അപ്പോ ഈ 70 ആഴ്ചവട്ടം ടോട്ടലി യഹൂദന് വേണ്ടിയുള്ളതാണ് എന്ന് ആദ്യമായി തന്നെ മനസ്സിലാക്കുക. ഈ 70 ആഴ്ചവട്ടം ആരംഭിക്കുന്നതിന് മുമ്പ് ചില സംഭവവികാസങ്ങൾ ലോകത്തിൽ ഉണ്ടാകുന്നു. 70 ആഴ്ചവട്ടം എന്ന പ്രവചനം നിറവേറണമെങ്കിൽ ഈ ലോകത്തിൽ അതിപ്രധാനമായ ചില വിഷയങ്ങൾ നടക്കണം. അതില് ഒരു 7 കാര്യം ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിലെ 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് 7 കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1, അതിക്രമത്തെ തടസ്സം ചെയ്യുക. 2, പാപങ്ങളെ മുദ്രയിടുക. 3, അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്യുക. 4, നിത്യനീതി വരുത്തുക. 5, ദർശനം മുദ്രയിടുക. 6, പ്രവചനം മുദ്രയിടുക. 7, അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുക. 24-ാം വാക്യം ദാനിയേലിന്റെ 9-ാം അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രവചനത്തെ ഞാൻ 7 തിരിച്ചിരിക്കുക. പഠനത്തിന്റെ സൗകര്യത്തിനായി 7 തിരിക്കുന്നു. 1, അതിക്രമത്തെ തടസ്സം ചെയ്യുക. 2, പാപങ്ങളെ മുദ്രയിടുക. 3, അകൃത്യത്തിന് പ്രായശ്ചിത്തം വരുത്തുക. 4, നിത്യനീതി വരുത്തുക. 5, ദർശനം മുദ്രയിടുക. 6, പ്രവചനങ്ങൾ മുദ്രയിടുക. 7, പരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുക. ഈ 7 കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോ 7 കാര്യങ്ങളെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 1, അതിക്രമത്തെ തടസ്സം ചെയ്യുന്നത്. യേശു കർത്താവിന്റെ 1000 ആണ്ട് വാഴ്ചയിൽ ആയിരിക്കും. അതിക്രമങ്ങളെ തടസ്സം ചെയ്യുന്നത് യേശു കർത്താവിന്റെ 1000 ആണ്ട് വാഴ്ചയിലായിരിക്കും. 2, പാവങ്ങളെ മുദ്രയിടുന്നു. പാപം ചെയ്യുന്ന സാത്താനെ ബന്ധിച്ച് അഗാധ കൂപത്തിൽ മുദ്ര വയ്ക്കുന്നു. പാപം സാത്താൻ മൂലമാണ് ഉണ്ടാകുന്നത്. നമ്മള് 1 യോഹന്നാന്റെ ലേഖനത്തിൽ വായിക്കുന്ന ഒരു വാക്യമുണ്ട്, സാത്താൻ ആരംഭം മുതലേ പാപം ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ. 1 യോഹന്നാന്റെ ലേഖനത്തിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമുണ്ട്. അത് ഞാനത് വായിച്ചു കേൾപ്പിക്കാം. 1 John chapter 3 verse 9. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ പാപം ചെയ്യുന്നവനെല്ലാം പിശാചിന്റെ മകൻ ആകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നല്ലോ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനത്രേ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായത്. അപ്പോ അതിക്രമങ്ങളെ തടസ്സം ചെയ്യണം. അതിക്രമങ്ങളെ തടസ്സം ചെയ്യുന്നു. യേശു കർത്താവിന്റെ 1000 ആണ്ട് വാഴ്ചയിൽ ഈ ഭൂമിയിൽ നടക്കുന്ന സകലവിധ അതിക്രമങ്ങൾക്കും അന്തം വരുത്തുന്നു. 2,
പാപങ്ങൾക്ക് മുദ്രയിടുന്നു. പാപം ചെയ്യുവാൻ മാനവകുലത്തെ പ്രേരിപ്പിക്കുന്ന സാത്താനെയും അവന്റെ സൈന്യത്തെയും പിടിച്ച് അഗാധകൂപത്തിൽ ബന്ധിക്കുന്നു 1000 ആണ്ടേക്ക്. 1000 ആണ്ട് വാഴ്ചയിൽ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന് 1-3 വാക്യങ്ങൾ. പിന്നെ അകൃത്യത്തിന് എപ്പോ പ്രായശ്ചിത്തം വരും? യേശു കർത്താവിന്റെ കാൽവറി ക്രൂശിലെ മരണത്തിൽ മാനവലോകത്തിന്റെ സകല അകൃത്യവും വഹിച്ചുകൊണ്ട് യേശു കാൽവറി ക്രൂശിന്മേൽ മരിച്ചു. അപ്പോ മാനവജാതിയുടെ അകൃത്യം കാൽവറി കുലമരത്തിന്റെ മേൽ പ്രായശ്ചിത്തം വരുത്തി. അതുകൊണ്ടാണ് എബ്രായലേഖനത്തിൽ വായിക്കുന്നത്, ഇനി പാപങ്ങൾക്കായി യാതൊരു യാഗവും ശേഷിക്കുന്നില്ല. യെശയ്യാപ്രവാചകൻ പറയുന്നു, അവൻ നമ്മുടെ അകൃത്യങ്ങളെയും പാപങ്ങളെയും വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവൻ നമുക്കായി ഒരു പാപയാഗമായി തീർന്നു. അവന്റെ അടിപ്പിഴകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യെശയ്യാപ്രവചനം 53-ാം അധ്യായം. അപ്പോ പാപം അകൃത്യങ്ങൾക്ക് മോചനം ലഭിച്ചത് യേശു കർത്താവിന്റെ കാൽവറി ക്രൂശിലെ യാഗത്തോടുകൂടെ മാനവജാതിയുടെ സകലവിധ അകൃത്യങ്ങളും കാൽവറി ക്രൂശിലെ യാഗത്തിൽ ക്ഷമിക്കപ്പെടുന്നു. 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. സ്പീഡിൽ പറഞ്ഞു പോകുകയാണ്. അധികം സമയങ്ങൾ ഇതിനു വേണ്ടി ചെലവഴിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോകുന്നു. 4-ാമത്തെ കാര്യം, നിത്യനീതി വരുത്തുന്നു. സാത്താനെ തടവിലാക്കുന്നതോടുകൂടി നിത്യനീതി ലഭിക്കുന്നു. സാത്താനാണ് സകലവിധ പാപങ്ങളുടെയും ഉറവിടം. സകല പാപത്തിന്റെയും ഉറവിടം സാത്താനാണ്. അത് നമുക്ക് ദൈവത്തിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കുവാനും ചിന്തിക്കാനും കഴിയും. ഏറ്റവും വലിയ ഉദാഹരണമാണ് ഹവ്വായുടെ അടുത്ത് സർപ്പത്തിന്റെ രൂപത്തിൽ സാത്താൻ അവിടെ കയറി ചെല്ലുന്നു. ഹവ്വായോട് പറഞ്ഞു, നീ തിന്നുന്ന നാളിൽ നിന്റെ കണ്ണു തുറക്കും, നീ ദൈവത്തെ പോലെയാകും, നീ മരിക്കില്ല. പാപം ചെയ്യുവാൻ മാനവജാതിയെ പ്രേരിപ്പിച്ചതും മാനവജാതിയെ പാപം ചെയ്യിക്കുന്നതും സാത്താന്റെ ജോലിയാണ്. പാപത്തിലേക്ക് തള്ളിയിടുക, പാപത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുക, പാപം ചെയ്യുവാൻ മാനവജാതിയെ പ്രേരിപ്പിക്കുന്നത് സാത്താനാണ്. ആകയാൽ നിത്യനീതി വരണമെങ്കിൽ 1000 ആണ്ട് വർഷക്കാലത്തേക്ക് സാത്താനെ പിടിച്ചു ബന്ധിക്കുന്നു. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ നാം ആദ്യം വായിക്കുന്നുണ്ട്. അടുത്തത് ദർശനവും പ്രവചനവും മുദ്രയിടുന്നു. ദർശനം മുദ്രയിടുക. ദാനിയേലിന്റെ പ്രവചനത്തിൽ അതിനെക്കുറിച്ച് ഒത്തിരി ഭാഗങ്ങളുണ്ട്. ഞാൻ വേണമെങ്കിൽ 1-2 വാക്യങ്ങൾ നിങ്ങളുടെ അറിവിലേക്കായി വായിച്ചു കേൾപ്പിക്കാം. ദാനിയേൽ പ്രവചനത്തിൽ നിന്ന് 2-3 വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം. ശ്രദ്ധിക്കുക, ദർശനം അന്ത്യകാലത്തേക്കുള്ളതാകുന്നു എന്ന് പ്രവാചകനായ ദാനിയേൽ പറയുന്ന ചില വാക്യങ്ങളുണ്ട്. ഗബ്രിയേലെ ഇവന് ദർശനം ഗ്രഹിപ്പിച്ചു കൊടുക്കാം എന്ന് ഊലായി നദീതീരത്ത് വിളിച്ചു പറയുന്ന ഒരു മനുഷ്യന്റെ ശബ്ദം ഞാൻ കേട്ടു. ദാനിയേൽ 8-ാം അധ്യായത്തിലെ 16-ാം വാക്യമാണ് ഞാനിപ്പോ വായിച്ചു കേൾപ്പിച്ചത്. അതിന്റെ മനുഷ്യപുത്ര ഗ്രഹിച്ചുകൊള്ളുക, ദർശനം അന്ത്യകാലത്തേക്കുള്ളതാകുന്നു. 8-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിന്റെ അവസാന ഭാഗമാണ് വായിച്ചത്. മനുഷ്യപുത്ര ഗ്രഹിച്ചുകൊള്ളുക, ദർശനം അന്ത്യകാലത്തേക്കുള്ളതാകുന്നു. അതിന്റെ 19-ാം വാക്യം, കോപത്തിന്റെ അന്ത്യകാലത്തിങ്കിൽ സംഭവിക്കാനിരിക്കുന്നത് ഞാൻ നിന്നെ ഗ്രഹിപ്പിക്കും, അത് അന്ത്യകാലത്തേക്കുള്ളതല്ലോ. ദാനിയേൽ തന്നെ പറയുന്ന വാക്യമാണ് 8-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. കോപത്തിന്റെ അന്ത്യകാലത്തെങ്കിൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിന്നെ ഗ്രഹിപ്പിക്കും, അത് അന്ത്യകാലത്തേക്കുള്ളതല്ലോ. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ള വാക്യം 23-ാം വാക്യം. എന്നാൽ അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അകൃത്യം തികയുമ്പോൾ, അന്ത്യകാലത്ത് ശ്രദ്ധിക്കണേ, എന്റെ 26-ാം വാക്യം, സന്ധികളുടെയും
ഉഷസ്സുകളെയും കുറിച്ചുള്ള ദർശനം സത്യമാകുന്നു. ദർശനം ബഹുകാലത്തേക്കുള്ളതാകിയാൽ അതിനെ അടച്ചു വയ്ക്കുക. ശ്രദ്ധിക്കണേ, ദർശനം ബഹുകാലത്തേക്കുള്ളതാകിയാൽ അതിനെ അടച്ചു വയ്ക്കുക. ദർശനം അന്ത്യകാലത്തേക്കുള്ളതാകുന്നു എന്ന് തന്നെ 3 വാക്യങ്ങളിൽ കൂടെ ദാനിയേൽ പ്രവചന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? 8-ാം അധ്യായത്തിൽ തന്നെയാണ് 3 വാക്യങ്ങളും 16-ാം വാക്യത്തിലും 17-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്തും 19-ാം വാക്യത്തിലും 23-ാം വാക്യത്തിലും പറയുന്നു ദർശനം അന്ത്യകാലത്തേക്കുള്ളതാകുന്നു. 26-ാം വാക്യങ്ങളിൽ പറയുന്നു സന്ധ്യകളെയും ഉഷസ്സുകളെയും കുറിച്ചുള്ള ദർശനം സത്യമാകുന്നു. ആകയാൽ ദർശനങ്ങളെ അടച്ചു വയ്ക്കുക. അത് കഴിഞ്ഞിട്ടും പറയുന്നുണ്ട്, നമ്മള് 12-ാം അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ പറയുന്ന ഭാഗം കൂടെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായം. അതിന്റെ ദാനിയേലെ അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രവയ്ക്കാം. ശ്രദ്ധിക്കുക, 12-ന്റെ 4-ാം വാക്യം. ദാനിയേലെ അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രവയ്ക്കുക. ഇനിയുണ്ടാണ് അതേ അധ്യായത്തിൽ തന്നെ ദാനിയേലോട് പറയുന്നു, അതിന്റെ 9-ാം വാക്യം. അതിനവൻ ഉത്തരം പറഞ്ഞത്, ദാനിയേലേ പൊയ്ക്കൊള്ളുക, ഈ വചനങ്ങൾ അന്ത്യകാലത്തേക്ക് അടച്ചും മുദ്രവെച്ചും ഇരിക്കുന്നു. ശ്രദ്ധിക്കുക, പ്രവാചകനായ ദാനിയേൽ 70 ആഴ്ചവട്ടം എന്ന ഭാഗം എഴുതാൻ തുടങ്ങിയപ്പോൾ 7 കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തി. ആ 7 കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞ് ഇന്നത്തെ ലൈവ് സ്ട്രീം അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. 9-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം. അതിക്രമത്തെ തടസ്സം ചെയ്യുക 1, പാപങ്ങളെ മുദ്രയിടുക 2, 3 അകൃത്യത്തിന് പ്രായശ്ചിത്തം വരുത്തുക, 4 നിത്യ നീതി വരുത്തുക, 5 ദർശനം മുദ്രയിടുക, 6 പ്രവചനങ്ങളെ മുദ്രയിടുക, 7 അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുക. ഈ 7 കാര്യങ്ങൾ ഭൂതലത്തിൽ സംഭവിച്ചു കഴിയുമ്പോൾ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ നിലനിൽക്കുന്നതായ 70 ആഴ്ചവട്ടങ്ങളുടെ കാലഘട്ടങ്ങൾ അവസാനിക്കും. അല്പം കൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നെനിക്ക് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് ഞാൻ അല്പം കൂടി ഇത് വിശദീകരിച്ച് പറയുവാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. അകൃത്യങ്ങളെ മുദ്രയിടുക 1, അകൃത്യത്തിന് തടസ്സം ചെയ്യുക, പാപത്തെ മുദ്രവയ്ക്കുക. 2 അതിക്രമത്തിന് 3 അതിക്രമത്തിന് പ്രായശ്ചിത്തം വരുത്തുക, 4 നിത്യനീതി വരുത്തുക, 5 ദർശനം മുദ്രയിടുക, 6 പ്രവചനങ്ങളെ മുദ്രയിടുക, 7 ഏഴാമത്തെ കാര്യം പരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുക. ഇത്രയും പറഞ്ഞേച്ച് പറയുന്നു, നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടതെന്നാൽ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷക്തനായൊരു പ്രഭു വരെ 7 ആഴ്ചവട്ടം. അടുത്തത് 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷക്തൻ ഛേദിക്കപ്പെടും.
അപ്പോ ഞാനിപ്പോ ഒരു 7 കാര്യങ്ങൾ ഓർപ്പിച്ചു. ഒന്ന്, അതിക്രമത്തെ തടസ്സം ചെയ്യുക, പാപങ്ങൾക്ക് മുദ്രയിടുക, അകൃത്യത്തിന് പ്രായശ്ചിത്തം വരുത്തുക. 4, നിത്യ നീതി വരുത്തുക. 5, ദർശനം മുദ്രയിടുക. 6, പ്രവചനങ്ങളെ മുദ്രയിടുക. 7, അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുക. ഈ 7 കാര്യങ്ങൾ നടക്കുന്നതോടുകൂടെ ദാനിയേലിന്റെ പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 70 ആഴ്ചവട്ടങ്ങൾ എന്ന വിഷയത്തിന് പൂർത്തീകരണമാകും. ആ 70 ആഴ്ചവട്ടം ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ 490 വർഷങ്ങളുടെ ഒരു വലിയ കണക്ക് യഹൂദനോടുള്ള ബന്ധത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്. യഹൂദനോടുള്ള ബന്ധത്തിൽ 490 വർഷത്തിന്റെ ഒരു വലിയ കണക്ക് നമുക്ക് പഠിക്കാനുണ്ട്. അത് പല ഭാഗങ്ങളിലായി തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മൾ ചിന്തിക്കുമ്പോൾ ദർശനവും പ്രവചനവും മുദ്രയിടുന്നു. യേശു കർത്താവിന്റെ മധ്യാകാശവരവുങ്കൽ സംഭവിക്കും. തന്റെ വിശുദ്ധന്മാരെ ചേർത്തുകൊള്ളുമ്പോൾ ദർശനത്തിനും പ്രവചനത്തിനും മുദ്രയിട്ട് സൂക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. പ്രവാചകനായ ദാനിയേൽ പ്രവചന പുസ്തകങ്ങൾക്ക് മുദ്രയിട്ടു. ദാനിയേലോട് പറഞ്ഞു, ദാനിയേലേ, പ്രവചനങ്ങൾ അന്ത്യകാലത്തേക്കുള്ളതാകയാൽ അതിനെ അടച്ചു വയ്ക്കുക. 8-ാം അധ്യായത്തിന്റെ 26-ാം വാക്യമാണ് ആദ്യം ഈ ഭാഗം പറഞ്ഞത്. ഉഷസ്സിനെയും സന്ധികളെയും കുറിച്ചുള്ള പ്രവചനങ്ങൾ സത്യമാകുന്നു. ദാനിയേലേ, പ്രവചനങ്ങൾ അന്ത്യകാലത്തേക്കുള്ളതാകയാൽ അതിനെ അടച്ചു വയ്ക്കുക. 2, ദാനിയേലിന്റെ പ്രവചനം 12-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ ദാനിയേലോട് പറയുന്നു, ദാനിയേലേ, നീ പോയിക്കൊള്ളുക, പ്രവചനങ്ങളെ അടച്ച് മുദ്ര വയ്ക്കുക. 12-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു, ദാനിയേലേ, നീ പോയി വിശ്രമിച്ചു കൊള്ളുക, പ്രവചനങ്ങളെ അന്ത്യകാലത്തേക്ക് അടച്ച് മുദ്രയിട്ടിരിക്കുന്നു. അപ്പൊ നോക്കണേ, ഏത് കാര്യവും 2-3 സാക്ഷികളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ കഴിയുമെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നെങ്കിൽ ദാനിയേലിന്റെ പ്രവചനത്തിൽ തന്നെ 8-ാം അധ്യായത്തിന് 26-ാം വാക്യത്തിലും 12-ാം അധ്യായത്തിന് 4-ാം വാക്യത്തിലും 12-ാം അധ്യായത്തിന് 9-ാം വാക്യത്തിലും 3 വാക്യങ്ങളിലായി പ്രവചന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, ദാനിയേലേ, പ്രവചനങ്ങൾ അന്ത്യകാലത്തേക്കുള്ളതാകയാൽ ദർശനങ്ങളെ പ്രവചനങ്ങളെ അടച്ചു വെക്കുക. 8-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യം. 12-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലും ഇതുപോലെ വാക്യമുണ്ട്. 12-ന്റെ 9-ാം വാക്യത്തിലും ഇപ്രകാരം വാക്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ ദാനിയേൽ പ്രവാചകൻ അടച്ച് മുദ്രയിട്ടതായ പ്രവചനങ്ങളെ തുറക്കുന്നതാണ് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ദാനിയേൽ പ്രവചനങ്ങളെ അടച്ച് മുദ്രയിട്ട് വെച്ചു. ദാനിയേൽ കഴിഞ്ഞ് മലാക്കി വരെയുള്ള കാലഘട്ടം വരെ പ്രവാചകന്മാർ ഈ ഭൂലോകത്തിൽ ജീവിച്ചിരുന്നു. യഹൂദ പ്രവാചകന്മാർ, ഇസ്രായേലിന്റെ പ്രവാചകന്മാർ. അവരുടെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ നീണ്ട 400 വർഷത്തെ യഹൂദന്റെ അന്ധകാര കാലഘട്ടം, കഷ്ടതയുടെയും ഞെരുക്കത്തിന്റെയും കാലഘട്ടം. ഇതിന്റെ നടുവിൽ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ, യെരുശലേം ദേവാലയത്തോടുള്ള ബന്ധത്തിൽ, യെരുശലേം പട്ടണത്തോടുള്ള ബന്ധത്തിൽ പല സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അവയെല്ലാം നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോ പ്രവചനങ്ങളെ 7 കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ ഊന്നി പറയാനുള്ളത്. 1, അകൃത്യത്തെ തടസ്സം ചെയ്യുക. 2, പാവങ്ങൾക്ക് മുദ്രയിടുക. 3, അകൃത്യത്തിന് പ്രായശ്ചിത്തം വരുത്തുക.
4 നിത്യ നീതി വരുത്തുക. 5 ദർശനത്തിന് അടച്ചു വെക്കുക, മുദ്രയിടുക. പ്രവചനം മുദ്രയിടുക 6ാമത്തെ കാര്യം. 7 അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുക. ഈ 7 കാര്യങ്ങൾ നിറവേറിയപ്പോഴേക്കും ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരുന്നതായ 69 ആഴ്ചവട്ടങ്ങളും നിറവേറുന്നതായി ചരിത്ര പുസ്തകങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയും. ഇന്ന് ഇവയെല്ലാം വിവരിക്കുവാൻ സമയമില്ലാത്തത് കൊണ്ട് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ 490 വർഷങ്ങളുടെ ഒരു കണക്ക് നമുക്ക് തിരുവചനത്തിൽ കാണാൻ കഴിയും. 490 വർഷങ്ങളുടെ ഒരു കണക്ക്. ആ കണക്ക് ഞാൻ ഒരു 3-4 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. 1, അബ്രഹാം മുതൽ മിസ്രയീമിൽ നിന്നുള്ള ഇസ്രായേലിന്റെ പുറപ്പാട് വരെ BC 2011 മുതൽ BC 446 വരെയുള്ള വർഷങ്ങൾ. അബ്രഹാം മുതൽ മിസ്രയീമിൽ നിന്ന് മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനത്തിന്റെ പുറപ്പാട് വരെയുള്ള കാലഘട്ടം. അപ്പൊ ഒരു ചോദ്യം അവിടെ വരാം. 15-ാം അധ്യായത്തിൽ അബ്രഹാമിനോട് ദൈവം ഒരു യാഗം അർപ്പിക്കാൻ പറഞ്ഞു. യാഗം അർപ്പിക്കാൻ പറഞ്ഞപ്പോ അബ്രഹാം മൃഗങ്ങളെയെല്ലാം കൊണ്ടുവന്നു. 2 കുറുപ്രാവുകളുണ്ടായിരുന്നു. അവയെ പിളർക്കാൻ അബ്രഹാം മറന്നുപോയി. ഉൽപ്പത്തി 15-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഭാഗമാണ്. ഈ കുറുപ്രാവുകൾ പിളർക്കാഞ്ഞത് കൊണ്ട് ആ യാഗത്തിന് മുകളിൽ റാഞ്ചൻ പക്ഷി ഇറങ്ങി വന്നപ്പോ യഹോവയായ ദൈവം ഇറങ്ങി വന്ന് അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ സന്തതി മിസ്രയീമിൽ 430 വർഷക്കാലം പ്രവാസികളായി പോകും. ശ്രദ്ധിക്കുക, നിന്റെ സന്തതി മിസ്രയീമിൽ 430 വർഷം അടിമകളായി സേവിക്കും. അപ്പം അബ്രഹാമിന്റെ കാലഘട്ടം മുതൽ BC 2111 ദൈവം അബ്രഹാമിനെ വിളിച്ചെന്നാണ് ഒരു ക്രോണോളജിക്കൽ കണക്ക്. അതുമുതൽ ഇസ്രായേൽ ജനത്തിനെ ഇസ്രായേലിൽ നിന്ന് വിടുവിക്കുന്നത് BC 446 പറയപ്പെടുന്നത്. ആ 446 വരെയുള്ള കാലഘട്ടം 505 വർഷത്തെ കാലഘട്ടം. ഈ 505 വർഷം ഇതിൽ ഇസ്മായിലിനെ അബ്രഹാം ഭവനത്തിൽ നിന്ന് പുറത്താക്കുന്നത് വരെ ദൈവം 11 വർഷം ദാനിയേലിനോട് അബ്രഹാമിനോട് സംസാരിച്ചില്ല. 15 വർഷക്കാലം. ഇസ്മായേൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഹാഗാറിൽ കൂടെ അബ്രഹാമിന് ജനിക്കുകയും 15 വർഷം യഹോവയായ ദൈവം അബ്രഹാമുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലായിരുന്നു. ആ 15 വർഷം മൈനസ് ചെയ്താൽ 490 എന്നൊരു കണക്ക് ലഭിക്കും. ഒരിക്കൽ കൂടെ പറയാം, അബ്രഹാമിനെ ദൈവം ഹാരാനിൽ നിന്ന് വിളിച്ച് കനാൻ ദേശത്തേക്ക് അയക്കുന്ന കാലഘട്ടം മുതൽ BC 2111 മുതൽ മിസ്രയീമിൽ നിന്ന് മോശയുടെ കാലഘട്ടത്തിൽ, ഫറവോൻ രാജാവിന്റെ കാലഘട്ടത്തിൽ മിസ്രയീമിൽ നിന്ന് ഇസ്രായേൽ ജനം പുറപ്പെടുന്നത് വരെയുള്ള കാലഘട്ടം 505 വർഷത്തെ കാലഘട്ടം. അതിൽ 15 വർഷം മൈനസ് ചെയ്താൽ 490 എന്നൊരു കാലഘട്ടം ലഭിക്കുന്നു. ആ കാലഘട്ടത്തിൽ ആ 490 എന്നൊരു കാലഘട്ടം ഇസ്രായേലിന്റെ ജീവിതത്തിലെ ആദ്യത്തെ 490 വർഷം. 2, ഇസ്രായേലിന്റെ ഈജിപ്തിൽ നിന്നുള്ള പുറപ്പാട് മുതൽ ശലോമോന്റെ ദേവാലയ പ്രതിഷ്ഠ വരെ
611 വർഷം. ശ്രദ്ധിക്കുക, മിസ്രയീമിൽ നിന്ന് പുറപ്പെടുന്നത് മുതൽ യെരുശലേമിൽ ശലോമോൻ രാജാവിന്റെ നേതൃത്വത്തിൽ ദേവാലയത്തിന്റെ പ്രതിഷ്ഠ നടക്കുന്നത് വരെ ഒരു 601 വർഷത്തെ കാലഘട്ടം. ഇതിൽ ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനം പിന്മാറിപ്പോയ ഒരു 111 വർഷങ്ങളെ മൈനസ് ചെയ്യുമ്പോൾ 490 വർഷങ്ങളുടെ ഒരു കണക്ക് കിട്ടും. ആരംഭത്തിലെ ഞാൻ പറഞ്ഞു, ഒന്നാമത്തേത് അബ്രഹാമിനെ ദൈവം വിളിച്ചത് മുതൽ 2111 BC മുതൽ മോശയുടെ നേതൃത്വത്തിൽ മിസ്രയീമിൽ നിന്ന് ജനം പുറപ്പെടുന്ന വരെയുള്ള കാലഘട്ടം, BC 446 വരെയുള്ള കാലഘട്ടത്തിൽ, അവിടെ ഒന്നാമത്തെ കാലഘട്ടത്തിൽ 505 വർഷത്തെ കാലഘട്ടം. അതിൽ ഇസ്മായേൽ ജനിച്ചത് മുതൽ ഇസ്മായേലിനെ അബ്രഹാം തന്റെ ഭവനത്തിൽ നിന്ന് പറഞ്ഞയക്കുന്നത് വരെയുള്ള 15 വർഷത്തെ കാലഘട്ടങ്ങളിൽ ദൈവിക ഇടപാടുകൾ അബ്രഹാമിനോട് ദൈവം നിർത്തിവെച്ചിരുന്നു. ആ 15 വർഷം മൈനസ് ചെയ്യുമ്പോൾ ആരംഭത്തില് 490 വർഷങ്ങൾ എന്നൊരു കണക്ക് ലഭിക്കുന്നു. രണ്ടാമത്തെ കണക്ക് ഇസ്രായേലിനെ 1446 BCയിൽ മോശയുടെ നേതൃത്വത്തിൽ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചത് മുതൽ 1005 ശലോമോൻ രാജാവിന്റെ നേതൃത്വത്തിൽ ദേവാലയം പണിത് അതിന്റെ പ്രതിഷ്ഠ നടക്കുന്നത് വരെയുള്ള കാലഘട്ടം, ഒരു 601 വർഷത്തെ കാലഘട്ടങ്ങൾ ലഭിക്കും. ഇതിന്റെ നടുവിൽ ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിൽ മോവാബിലും ഫെലിസ്ത്യർക്കും അമ്മോന്യർക്കുമായി ഇസ്രായേൽ ജനം അടിമകളായി ഒരു 111 വർഷം ചെലവഴിച്ചു. അത് നമ്മള് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ വായിക്കുന്നു. ഫെലിസ്ത്യരുടെ കീഴിൽ 40 വർഷം, അങ്ങനെ 3 മോവാബിയരുടെ കീഴിൽ, അമ്മോന്യരുടെ കീഴിൽ, അങ്ങനെ 3 കാലഘട്ടങ്ങളിലായി 111 വർഷത്തെ കാലഘട്ടം മൈനസ് ചെയ്താൽ ഒരു 490 വർഷം ലഭിക്കും. അത് കഴിഞ്ഞ് മൂന്നാമത്തെ കാലഘട്ടം, അർത്ഥശിഷ്ട രാജാവ് നെഹമ്യാവിന് കൽപ്പന കൊടുക്കുന്നത് മുതൽ ആ മൂന്നാമത്തെ കാലഘട്ടം ഞാൻ വായിക്കുന്നു. ശലോമോന്റെ ആലയ പ്രതിഷ്ഠ മുതൽ BC 1005 മുതൽ യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് വരെ 490 വർഷം ലഭിക്കുന്നു. മൂന്നാമത്തെ ഭാഗമാണ് ഞാൻ പറയുന്നത്. ശലോമോന്റെ ആലയ പ്രതിഷ്ഠ മുതൽ BC 1005 മുതൽ യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് വരെ BC 445 യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ അർത്ഥശിഷ്ട രാജാവ് കൽപ്പന പുറപ്പെടുവിക്കുന്നത്. അന്ന് വരെ 490 വർഷം ലഭിക്കുന്നു. അതിൽ 560 BC മുതൽ ഉള്ള 70 വർഷം മൈനസ് ചെയ്താൽ മതി. BC 445 വരെ ശലോമോന്റെ ദേവാലയ പ്രതിഷ്ഠ നടക്കുന്നത് BC 1005.
യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയാൻ കൽപ്പന പുറപ്പെടുന്നത് BC 445. അതുവരെ 560 വർഷത്തെ കണക്കുണ്ട്. അതിൽ ഒരു 70 വർഷം യഹൂദന്റെ ബാബിലോൺ പ്രവാസകാലം മൈനസ് ചെയ്യുക. അപ്പോ 490 വർഷം ലഭിക്കുന്നു. ഇപ്പൊ മൂന്നാമത്തെയും കാര്യം ഞാൻ പറഞ്ഞു. നാലാമത്തേത് ദാനിയേലിന്റെ 70-ാം ആഴ്ചവട്ടം മുതൽ യേശു കർത്താവിന്റെ വിജയകരമായ യെരുശലേം ദേവാലയത്തിലെ പ്രതിഷ്ഠ വരെ. ദാനിയേലിന്റെ 70-ാം ആഴ്ചവട്ടം ആരംഭിക്കുന്നത് മുതൽ യേശു കർത്താവിന്റെ വിജയകരമായ യെരുശലേം ദേവാലയത്തിലെ വരവ് വരെ എന്ന് പറഞ്ഞാൽ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൽ യേശു കർത്താവ് കഴുതക്കുട്ടിയുടെ പുറത്തു കയറിക്കൊണ്ട് ഓശാന ഓശാന എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ ജനം, യഹൂദ ജനം യേശു കർത്താവിനെ ദേവാലയത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഭാഗം വരെ ഉള്ള കാലഘട്ടം 490 വർഷം ലഭിക്കുന്നു. 490ന്റെ കാലഘട്ടമാണ് ഇതുവരെ ഞാൻ പറഞ്ഞത്. ഒന്നാമത്തേത് അബ്രഹാമിനെ വിളിച്ച നാൾ മുതൽ ഈജിപ്തിൽ നിന്ന് മടങ്ങുന്നത് വരെ ഉള്ള കാലഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന 490 വർഷം. 2, ഇസ്രായേലിന്റെ പുറപ്പാട് മുതൽ ശലോമോന്റെ ദേവാലയ പ്രതിഷ്ഠ വരെ 601 വർഷം ലഭിക്കും. അതിൽ ഇസ്രായേൽ ജനം ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിൽ മോവാബിലും ഫെലിസ്ത്യ ദേശത്തും അമോനിയരുടെ കീഴിലുമായി 111 വർഷം അടിമകളായി പാർത്തു. ഈ 111 മൈനസ് ചെയ്യുമ്പോൾ 601 നിന്ന് 111 മൈനസ് ചെയ്യുമ്പോൾ 490 വർഷം എന്നൊരു കണക്ക് ലഭിക്കും. അടുത്തത് മൂന്നാമത്തേത് ശലോമോൻ രാജാവിന്റെ ദേവാലയ പ്രതിഷ്ഠ മുതൽ അഥവാ BC 1005 മുതൽ യെരുശലേമിനെ പുതുക്കിപ്പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് BC 445 ഏപ്രിൽ മാസം 14-ാം തീയതി വരെ ഉള്ള 560 വർഷത്തിൽ നിന്ന് 70 വർഷക്കാലത്തെ ബാബിലോൺ പ്രവാസകാലം മൈനസ് ചെയ്യുമ്പോൾ ഒരു 490 വർഷം ലഭിക്കുന്നു. മൂന്നാമത്തെ. 4, ദാനിയേൽ പ്രവാചകന്റെ 70-ാം ആഴ്ചവട്ടം ആരംഭിക്കുന്നത് മുതൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ യെരുശലേമിലെ ദേവാലയത്തിലേക്കുള്ള എഴുന്നള്ളത്ത് വരെ ഒരു 490 വർഷക്കാലം. അങ്ങനെ 490ന്റെ കണക്കാണ് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. അതിന് ശേഷമുള്ള കാര്യങ്ങൾ അടുത്ത ദിവസക്കാലം കർത്താവ് അനുവദിച്ചാൽ, ഫ്രൈഡേ അനുവദിച്ചാൽ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് കർത്താവിൽ ചിന്തിപ്പാൻ കർത്താവിൽ ശരണപ്പെടും. ദാനിയേൽ പ്രവചനത്തിലെ 70 ആഴ്ചവട്ടങ്ങൾ എന്നുള്ള വിഷയം പഠിക്കാതെ വെളിപ്പാട് 5 മുതൽ ചിന്തിക്കുവാൻ സാധിക്കത്തില്ലാത്തത് കൊണ്ടാണ് ദാനിയേൽ പ്രവചനത്തിലെ വിഷയം ഞാനിവിടെ കൊണ്ടുവരുവാനിടയായത്. കാരണം വെളിപ്പാട് 5-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഒരു പുസ്തകം കണ്ടു, ആ പുസ്തകത്തിനകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ട പുസ്തകം. പ്രവചനങ്ങളെ മുദ്രയിടുക, ദർശനം മുദ്രയിടുക എന്ന് പ്രവാചകനായ ദാനിയേലിനോട് അരുളി ചെയ്ത പ്രകാരം യഹോവയായ ദൈവം മുദ്രയിടിയിച്ചതായ ആ മുദ്രകളെ പൊട്ടിപ്പാൻ തുടങ്ങുന്നത് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ തുടങ്ങുന്ന അത് മുതൽ 5 മുതൽ
18 വരെയുള്ള അധ്യായങ്ങളിൽ സംഭവിക്കുന്നത് ദാനിയേലിന്റെ അവസാനത്തെ ആഴ്ചവട്ടമായ 70-ാം ആഴ്ചവട്ടത്തിലാണ്. അതുകൊണ്ടാണ് ഈ 70 ആഴ്ചവട്ടങ്ങൾ എന്നുള്ള വിഷയം ഞാനിവിടെ കൊണ്ടുവരുവാൻ ആഗ്രഹിച്ചത്. അടുത്ത ദിവസങ്ങളിൽ കർത്താവ് അനുവദിച്ചാൽ പലർക്കും ഇത് മനസ്സിലായി കാണത്തില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഇതിനോടുള്ള ബന്ധത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ മൊബൈൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുവാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിൽ ദാനിയേലിനോട് ദൈവം പറഞ്ഞു, അകൃത്യങ്ങളെ തടസ്സം ചെയ്യുവാനും പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായശ്ചിത്തം വരുത്തുവാനും നിത്യനീതി വരുത്തുവാനും ദർശനം മുദ്രയിടാനും പ്രവചനം മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുന്നതിനും ആയിട്ട് നിനക്കും നിന്റെ ജനത്തിനും വിശുദ്ധ നഗരമായ യെരൂശലേമിനും 70 ആഴ്ചവട്ടങ്ങൾ നിയമിച്ചിരിക്കുന്നു. 70 × 7 = 490 വർഷങ്ങൾ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആ 490 വർഷങ്ങളുടെ കണക്കാണ് ഞാൻ ചില കാര്യങ്ങളായി പറയുവാനിടയായത്. കർത്താവ് അനുവദിച്ചാൽ 70 ആഴ്ചവട്ടം എവിടെ തുടങ്ങുന്നു, അത് എവിടെ അവസാനിക്കുന്നു എന്നുള്ളത് അടുത്ത 1-2 ക്ലാസ്സുകളിൽ നമുക്ക് ചിന്തിപ്പാൻ ഞാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുന്നു. അങ്ങനെ 70-ാം ആഴ്ചവട്ടം എന്നുള്ള വിഷയം, 70 ആഴ്ചവട്ടങ്ങൾ എന്നുള്ള വിഷയം തീരാതെ ആ 70 ആഴ്ചവട്ടങ്ങളിൽ 70-ാം ആഴ്ചവട്ടം, അതാ 70th വീക്കിൽ 70-ാം ആഴ്ചവട്ടത്തിൽ സംഭവിക്കുന്ന സംഭവങ്ങളാണ് വെളിപ്പാട് പുസ്തകം 5 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതെന്താണ്, അത് ആർക്ക് വേണ്ടിയാണ് എന്നാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. 1, 70 ആഴ്ചവട്ടങ്ങൾ യഹൂദ ജാതിക്ക് വേണ്ടി. 2, യെരൂശലേം എന്ന് പറയുന്ന വിശുദ്ധ പട്ടണത്തിന് വേണ്ടി. 3, ഇസ്രായേൽ എന്ന രാജ്യത്തിനു വേണ്ടി. അപ്പം ഈ 70 ആഴ്ചവട്ടങ്ങൾ നിയമിക്കപ്പെട്ടിരിക്കുന്നത് യഹൂദ ജാതിക്ക് വേണ്ടി മാത്രമാണ്. ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിന് വേണ്ടി മാത്രമാണ്. യെരൂശലേം എന്ന് പറഞ്ഞ പട്ടണത്തിന് വേണ്ടി മാത്രമാണ് എന്ന് നിങ്ങൾ ആദ്യം അറിയുക. അത് കഴിഞ്ഞിട്ട് വേണം പ്രവചനങ്ങളെ നമുക്ക് പഠിക്കാൻ. കർത്താവ് അനുവദിച്ചാൽ അടുത്ത ദിവസം ഫ്രൈഡേ ഇഫ് പോസിബിൾ 70-ാം ആഴ്ചവട്ടം തുടങ്ങുന്നത് 9-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് കർത്താവിൽ ശരണപ്പെട്ട് ചിന്തിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രി പിതാവായ ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദിസ് ഈസ് പാസ്റ്റർ സണ്ണി കെ തോമസ് സൈനിങ് ഓഫ് ഫ്രം ചെങ്ങന്നൂർ. Almighty God give you all the blessings. Amen, amen, amen. We will meet on Friday with the detailed study of the 70 weeks of Daniel. Amen, amen, amen.